നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎയിൽ പുതിയ നിയമ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിനനുസരിച്ച് വ്യക്തി നിയമം, ക്രിമിനൽ ചട്ടം എന്നിവയിലെല്ലാം മാറ്റം വരും. വിദേശ നിക്ഷേപകരെയും വിദഗ്ധരെയും ആകർഷിക്കുക എന്നതാണ് പുതിയ നിയമ പരിഷ്കാരങ്ങൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ. യുഎ പേഴ്സണൽ സ്റ്റാറ്റസ് ലോ, ഫെഡറൽ പീനൽ കോഡ്, ഫെഡറൽ പീനൽ പ്രൊസീഡ്യൂറൽ ലോ എന്നിവയിലെ ചില ആർട്ടിക്കിളുകളിൽ ഭേദഗതി വരുത്തിയുള്ള യുഎ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സാഹിദ് അൽ നഹിയാനാണ് ഉത്തരവിറക്കിയത്. വിദേശികളെ കൂടുതൽ ആകർഷിക്കാനായി നിയമങ്ങളിൽ ധാരാളം ഇളവുകൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇതനുസരിച്ച് രാജ്യത്ത് ഇതുവരെ കുറ്റകരമായിരുന്ന പല കാര്യങ്ങളും ഇനി മുതൽ കുറ്റകരമാകില്ല. പാരമ്പര്യ സ്വത്ത് നിയമത്തിലും ഭേദഗതിയുണ്ട്. മലയാളികൾ കൂടുതലായി ജോലി ചെയ്യുന്നതിനാൽ യുഎയിലെ ഓരോ മാറ്റങ്ങളും കേരളത്തെയും ബാധിക്കും. പുതിയ മാറ്റങ്ങളിലെ പ്രധാന ഭാഗം ചെറിയ കുട്ടികളെയും മാനസിക വൈകല്യമുള്ളവരെയും ലൈംഗികമായി പീഡിപ്പിച്ചാൽ വധശിക്ഷ ലഭിക്കും എന്നതാണ്. അതേസമയം മദ്യപാനം വ്യവസ്ഥകളോടെ കുറ്റമല്ലാതാക്കും. 21 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് മദ്യപിക്കാം. 21 വയസ്സിന് താഴെയുള്ളവർ മദ്യപിക്കുന്നത് കുറ്റകരമാണ്. പരസ്യമായ ചുംബനം കുറ്റകരമായി തുടരുമെങ്കിലും തടവ് ശിക്ഷ ലഭിക്കില്ല. പിഴ ഈടാക്കി വിട്ടയക്കും. പരസ്പര സമ്മതത്തോടെ അന്യ സ്ത്രീ പുരുഷന്മാർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഇനി മുതൽ കുറ്റകൃത്യമായിരിക്കില്ല. എന്നാൽ ബലം പ്രയോഗിച്ചോ ഭീഷണിപ്പെടുത്തിയോ പീഡിപ്പിച്ചാൽ ശിക്ഷ ലഭിക്കും. രണ്ടുപേരുടെയും സമ്മതപ്രകാരം ഒരുമിച്ച് താമസിക്കുന്നത് ശിക്ഷയുണ്ടാവില്ല. അതേസമയം തന്നെ വൈകല്യമുള്ളവരുമായും രക്തബന്ധത്തിലുള്ളവരുമായും കുട്ടികളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമാണ്. ആത്മഹത്യാശ്രമത്തിന് മാനസിക ചികിത്സ നൽകും. അതേസമയം ഒരാളെ ആത്മഹത്യക്ക് സഹായിച്ചാൽ തടവ് ശിക്ഷ ലഭിക്കും. കൂടാതെ പൊതുസ്ഥലത്തെ സഭ്യതാ നിയമലംഘനങ്ങൾക്ക് ഇനി പിഴ മാത്രമാകും ഈടാക്കുകയെന്നും പുതിയ നിയമ ഭേദഗതികൾ വ്യക്തമാക്കുന്നു. കേസുകളിൽ ഉൾപ്പെടുന്ന കുട്ടികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. യുഎയിൽ മരിക്കുന്ന വിദേശികളുടെ സ്വത്തുക്കൾ അവരുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് വിഭജനം നടത്താം. ഇതുവരെ യുഎ നിയമപ്രകാരമാണ് ഇത് ചെയ്തിരുന്നത്. വിൽപത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം ചെയ്യും. അല്ലെങ്കിൽ മരിച്ചയാളുടെ നാട്ടിലെ നിയമപ്രകാരം നടപടിയെടുക്കും. കേസുകളുടെ ഭാഗമായുള്ള നടപടികൾക്ക് തർജ്ജമയ്ക്ക് വേണ്ടി ദ്വിഭാഷിയെ നിയോഗിക്കുമെന്നും പുതിയ നിയമത്തിൽ പറയുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പ്രവാസികൾക്ക് അവരുടെ നാട്ടിലെ നിയമപ്രകാരമുള്ള നടപടികൾ തുടരാം. ദുരഭിമാന കൊലപാതകത്തിന് ശിക്ഷ ലഭിക്കും. എന്നു മുതൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമല്ല. പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സാഹിദ് അൽ നഹിയാൻ പുതിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.